എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നീല, വെള്ള, അതുപോലെ തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ്, 4 തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് നമുക്കറിയാം മഞ്ഞ, പിങ്ക്. ഇതുകൂടാതെ തന്നെ കുറച്ച് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്ന റേഷൻ കാർഡ് ഉടമകളാണ് നീല റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകൾ. ഇതിൽ നീല റേഷൻ കാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അവകാശമായിട്ട് കൈകൂട്ടി കണ്ട് കയ്യിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നീല റേഷൻ കാർഡ് എനിക്ക് ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും ഞാൻ APL കാർഡ്, നീലക്കാർഡാണ് കൈവശം വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ച് ഈ ഒരു നീലക്കാർഡ് കൈവശം വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ പിങ്ക്, നീല റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡാണ്. ഇതിൽ വെള്ളക്കാർഡ് ഉടമകൾക്ക് താരതമ്യേന യാതൊരു തരത്തിലുമുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാറില്ല. എന്തെങ്കിലും ഒരു ഓണസമയത്തോ അല്ലെങ്കിൽ ഒരു ഉത്സവ സീസണോടനുബന്ധിച്ച് ഒരു സാധാരണ വിഹിതത്തിൽ നിന്ന് ഒരു 5-10 കിലോ സ്പെഷ്യലായിട്ട്, അതും സൗജന്യമായിട്ടായിരിക്കില്ല, സ്പെഷ്യലായിട്ട് അധിക വിഹിതം മാത്രമേ ലഭിക്കാറുള്ളൂ. സാധാരണ രീതിയിൽ ഇതാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ നീല, അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ, ഇതിൽ നീലക്കാർഡാണ്. നീലക്കാർഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൈവശം വെക്കാം, ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും കൈവശം വെക്കാമെന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് എല്ലാവർക്കും. നീലക്കാർഡ് കൈവശം വെക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1200 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുകൾ, AC ഉള്ള വീടുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതമാർഗ്ഗത്തിനല്ലാതെ 4 ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു നീല റേഷൻ കാർഡ് കൈവശം വയ്ക്കുവാൻ യാതൊരു തരത്തിലുമുള്ള അർഹതയില്ല. അവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നീല കാർഡിൽ നിന്നും വെള്ള കാർഡിലേക്ക് മാറണം. വെള്ള കാർഡ് എന്ന് പറയുമ്പോൾ നോൺ സബ്സിഡി കാർഡാണ്. ഇതിനകത്ത് സബ്സിഡി ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല. പക്ഷേ നീല കാർഡിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ. ഈ മഞ്ഞ കാർഡ് ഉടമകളെ പോലെ തന്നെയാണ് ഈ ഒരു നീല കാർഡ് ഉടമകളെ പോലെയാണ് പിങ്ക് കാർഡ് ഉടമകളും. പിങ്ക് കാർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിലും ഇത് തെളിയിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു വണ്ടിയൊക്കെ ഉണ്ട് എന്നെങ്കിലും ഇത് പ്രശ്നമില്ല എന്ന് കാണുന്ന പല വിഭാഗം ആളുകളുണ്ട്. അവരും പിങ്ക് കാർഡ് കൈവശം വയ്ക്കാറുണ്ട്. ഇതിൽ പറയുന്ന മാനദണ്ഡങ്ങളിൽ 1-2 എണ്ണം അവർക്ക് താഴെയായിരിക്കാം ഈ ഒരു പറയുന്ന മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവുകയും ബാക്കിയുള്ളതൊന്നും തന്നെ ഈ ഒരു മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകാത്തിരിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളും വളരെ പെട്ടെന്ന് തന്നെ പിങ്ക് കാർഡിൽ നിന്ന് മാറിക്കോളുക. നിങ്ങൾക്കും കർശനമായുള്ള നടപടി ഉണ്ടാകും. മുൻപ് ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്ന പേരിൽ കർശനമായിട്ടുള്ള നടപടി കൊണ്ടുവന്നിരുന്നു. അതേ രീതിയിൽ തന്നെ പുതിയ നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് അല്ലാത്ത ആളുകൾക്ക്, അതായത് മുൻഗണനേതര റേഷൻകാർക്ക് റേഷൻ വിഹിതം കൊടുക്കണമോ എന്ന് പോലുമുള്ള ആലോചനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് പുതിയൊരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ലഭിക്കുന്ന വെള്ളക്കാർഡാണ്. വെള്ളക്കാർഡ് കൈവശം വെച്ചിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു പിങ്ക് കാർഡിന് അർഹതയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു സ്ഥാനം ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മാനദണ്ഡം നിങ്ങൾ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യം.